മധ്യപ്രദേശിലെ ഇൻഡോറിലായിരുന്നു രൂപ് സിംഗ് റാത്തോഡ് എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. ആള് അവിടെ നിന്ന് കുറച്ചകലെ മാറിയിട്ടുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ ആ ഒരു ഗ്രാമത്തിൽ തന്നെയാണ്. ഇവിടുന്ന് വലിയൊരു ദൂരമൊന്നുമില്ല, ഒരു 50-60 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു ആ ഒരു ഗ്രാമം ഉണ്ടായിരുന്നത്. ആളുടെ അച്ഛനൊരു കൃഷിക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ ആളും ആ ഒരു കൃഷിപ്പണി തന്നെയായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആളുടെ ലൈഫൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ആൾക്ക് വിവാഹാലോചനയും കാര്യങ്ങളും വരികയാണ്, ആളുടെ കല്യാണം കഴിയുകയും ചെയ്തു. പൂജ സിംഗ് എന്നായിരുന്നു ആളുടെ വൈഫിൻ്റെ പേര്. അപ്പോൾ അവരുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് കുഞ്ഞായിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുഞ്ഞായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കുഞ്ഞിന് 5 വയസ്സോളം പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞായതിന് ശേഷം ഈ ഒരു കൃഷിപ്പണിയും അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇയാൾ രണ്ടാമത് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ രൂപ് സിംഗ് വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിൽ വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞിന് അത്രയും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സിറ്റിയിലോട്ട് മാറാം, അവിടെ എന്തെങ്കിലും ബിസിനസ് നോക്കാം എന്നുള്ളൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് ഇവർ സിറ്റിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ ആൾ എടുത്തിരുന്ന ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യലിൻ്റെ ജോലിയായിരുന്നു. അതായത് ആൾക്ക് കൃഷിപ്പണി കൂടാതെ തയ്യലും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അവിടെ ചെറിയ മാട്രസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി, അതുപോലെ തന്നെ കോസടി എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡിൻ്റെ മുകളിലൊക്കെ വിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് വിരിക്കുന്ന അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തയ്ക്കലായിരുന്നു ആളുടെ ഒരു പരിപാടി. അതിൻ്റെ ഹോൾസെയിൽ അതുപോലെ തന്നെ റീറ്റെയിൽ 2 തരത്തിലുള്ള ബിസിനസ്സും ആൾ നടത്തി പോന്നിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു വരുമാനവും ആൾക്ക് വരുന്നുണ്ടായിരുന്നു. ഇൻഡോർ തന്നെ അവരൊരു വാടക വീട് എടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് അവരുടെ ലൈഫ് പോവുകയായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ 2024 ഫെബ്രുവരി 15 രാത്രി 11 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലത്തെ വേസ്റ്റ് കൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രൂപ് സിംഗ് വേസ്റ്റ് കൊടുത്ത് പുറത്തോട്ട് പോയതാണ്. എന്നാൽ ആ പോയ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നില്ല. രാത്രി 11 മണി കഴിഞ്ഞു, 12 മണിയായി, 1 മണിയായി. ആകെപ്പാട് ഒരു 10 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ. അതായത് തൊട്ടടുത്തുള്ള ഒരു കുപ്പത്തൊട്ടിയിൽ പോയിട്ട് ഈ ഒരു വേസ്റ്റ് കളയണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം. ഇനിയിപ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ട് ഏതെങ്കിലും ഉണ്ടാവും, അവിടെ കൊണ്ട് വേസ്റ്റ് കളഞ്ഞിട്ട് വരണം. എന്നാലും അധികം സമയം എടുക്കില്ല, മാക്സിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. എന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തിരിച്ചു വരുന്നില്ല. അങ്ങനെ വെളുപ്പിന് 4 മണി ടൈം ആയപ്പോൾ ഈ ഒരു പൂജ പേടിക്കുകയാണ്. അതിനുശേഷം അവരുടെ കസിനായിട്ടുള്ള ഓം പ്രകാശ് ആ ഒരു സിറ്റിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആളും ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു സിറ്റിയിൽ വന്നിട്ട് ജോലിയെടുത്ത് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ആളെ വിളിക്കുകയാണ്. അതിനുശേഷം ഹസ്ബൻഡിനെ കാണാനില്ല എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തു. രാത്രി ഇതേപോലെ തന്നെ വേസ്റ്റും കൊണ്ട് പോയതാണ്, അതിനുശേഷം തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ രൂപ് സിംഗ് എങ്ങോട്ടാണ് പോയത്, ആൾക്ക് എന്താണ് പറ്റിയത്, എന്താണ് ആളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. ഓം പ്രകാശ് കോള് കേട്ട ഉടനെ തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും കുറച്ച് ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഇയാളെ അന്വേഷിച്ചിറങ്ങി. രൂപ് സിംഗിനെ എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിൻ്റെ അടുത്തൊരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇയാളുടെ വണ്ടി മറിഞ്ഞ് കിടക്കുന്നത് ഇവർ കാണുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടെത്തി. അപ്പോൾ അവിടെ ചുറ്റും ഇതേപോലെ തന്നെ രൂപ് സിംഗ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അതായത് ഈ ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ രൂപ് സിംഗിനെ അവിടെ എവിടെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരാൾ ഒച്ച വെക്കുന്നതാണ് ബാക്കിയുള്ള ആളുകൾ കേൾക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടെ ഓടിച്ചെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു ഡ്രെയിനേജിൽ ഇതേപോലെ തന്നെ രൂപ് സിംഗ് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അപ്പോൾ ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ആൾക്ക് ജീവനില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ടീമും സ്ഥലത്തോട്ടെത്തി. ഇതൊരു അൺനാച്ചുറൽ ഡെത്ത് ആണല്ലോ, ആക്സിഡൻറ്റ് ഡെത്ത് ആണല്ലോ. അപ്പോൾ പോലീസും ഫോറൻസിക് ടീമും വന്നിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അവർ ഈ ഒരു ബോഡി എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഈ വന്ന റിലേറ്റീവ്സിന് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നത്. കാരണം ഒരു ആക്സിഡൻറ്റിൽ വരാവുന്ന തരത്തിലുള്ള മുറിവുകളായിരുന്നില്ല ആളുടെ മുഖത്തുണ്ടായിരുന്നത്. എന്തോ ശക്തിയായ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് അടിച്ച പോലുള്ളൊരു മുറിവ്, എന്താ പറയുക, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അങ്ങനെയായിട്ടുള്ളൊരു മുറിവായിട്ടായിരുന്നു ഇവർക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വേഗം വേണമെന്നും വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നും ഇതുപോലെ തന്നെ അവിടെ കൂടിയിരുന്ന ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. അവർ റിട്ടേൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. രൂപ് സിംഗ് രാത്രി വേസ്റ്റ് കളയാൻ വന്നപ്പോൾ ഏതെങ്കിലും കള്ളന്മാരാളെ ആക്രമിച്ചിട്ട് ഇതേപോലെ തന്നെ കൊലപ്പെടുത്തിയതാകാം. ആളുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കൊണ്ടുപോയിട്ടുണ്ടാകാം എന്നുള്ളൊരു അസംഷനിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായത്. അപ്പോൾ ഈ റിലേറ്റീവ്സ് ആ ഒരു സമയത്ത് ചിന്തിച്ചത് മുഴുവൻ ഈ ഒരു പൂജയെക്കുറിച്ചും 5 വയസ്സുള്ള മകനെക്കുറിച്ചായിരുന്നു. ഇവരുടെ അടുത്ത് എങ്ങനെ പറയും, ഇവരിതെങ്ങനെ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. എന്തായാലും പൂജയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. പൂജ ആകപ്പാടെ തകർന്നു പോവുകയാണ് ഉണ്ടായത്. അവരെങ്ങലടിച്ച് കരഞ്ഞു. അതിനുശേഷം ഈ ഒരു 5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം അങ്ങനെ അവർ എന്താ പറയുക ചോദിക്കുകയാണ്.
അപ്പോൾ റിലേറ്റീവ്സ് ഒരു തീരുമാനം എടുത്തു, എന്തായാലും ഇനി ഇവരിവിടെ ഈ ഒരു സമയത്ത് ഒറ്റയ്ക്ക് നിർത്തണ്ട, നേരെ ഗ്രാമത്തിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടനെ തന്നെ പൂജയും കുഞ്ഞിനെയും നേരെ ഗ്രാമത്തിലോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം എൻക്വയറിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചല്ലോ. അപ്പോൾ പോലീസുകാർ നേരെ ഇതേപോലെ തന്നെ ഗ്രാമത്തിലുള്ള പൂജയെ കാണാനെത്തി. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു, ഹസ്ബൻഡ് എന്താണ് ജോലി, അതായത് സാധാരണഗതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ്, അതായത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരെങ്കിലും ശത്രുക്കളുണ്ടോ, ആ ഒരു ദിവസം എങ്ങോട്ടാണ് പോയത്, അതുപോലെ തന്നെ എത്ര മണിക്കാണ് പോയത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വളരെ പാവം ഒരു മനുഷ്യനാണ്, ആൾക്ക് യാതൊരു ശത്രുക്കളും ഇല്ല, ആളുകളെ സഹായിക്കാറേ ഉള്ളൂ എന്നുള്ളതൊക്കെ പറയുകയാണ്. അപ്പോൾ ശത്രുക്കളില്ല, അതുപോലെ തന്നെ വേറൊരു ലീഡും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ പോലീസുകാരിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. അത് ഒരു ആക്സിഡൻ്റൽ ഡെത്ത് അല്ല, അതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. ശ്വാസം മുട്ടിച്ചാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നും അതുപോലെ തന്നെ ശക്തമായിട്ട് എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് തലക്കടിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു റിപ്പോർട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം പോലീസുകാർ നേരെ ഗ്രാമത്തിലോട്ട് വരികയാണ്. പൂജയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ റിലേറ്റീവ്സും ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇല്ല അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല, ഈ 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലായി. അപ്പോൾ അവർ ഈ ഫാമിലി മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യാണ്, ഇത് ജസ്റ്റ് ഒരു പ്രൊസീജിയറാണ്, നിങ്ങളൊരു 3-4 പേരും കൂടെ വായോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂജയും അവരുടെ റിലേറ്റീവ്സും എല്ലാവരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഉണ്ടായത്. പോലീസുകാർ പൂജയെ കസ്റ്റഡിയിലെടുത്തതുപോലെ തന്നെ ശുഭം എന്ന് പറയുന്ന ഒരു പയ്യനെയും കൂടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമായി മാറിയപ്പോൾ പോലീസിന് ആദ്യം തന്നെ പൂജയെ സംശയം ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ഈ ഒരു രൂപ് സിംഗിനെ കണ്ടത് പൂജയാണ്. അപ്പോൾ പൂജയുടെ മേൽ സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പൂജയുടെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ എടുക്കുകയാണ്. അപ്പോൾ ഈ ക്രൈം നടന്ന ദിവസവും ഒരു നമ്പറിലോട്ട് കോൾ പോയതും അതുപോലെ തന്നെ വീഡിയോ കോൾ വിളിച്ചതിൻ്റെയും ഒക്കെ തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ ഇത് ആരുടെ നമ്പറാണെന്ന് ട്രേസ് ചെയ്തപ്പോൾ 20 വയസ്സുള്ള ശുഭം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ നമ്പറാണെന്നുള്ളത് മനസ്സിലാകുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ശുഭത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ശുഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട രൂപ് സിംഗിൻ്റെ പെങ്ങളുടെ മകനാണ്. അതായത് ഈ ശുഭത്തിൻ്റെ അമ്മാവനാണ് രൂപ് സിംഗ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അമ്മായിയാണ് ഈ പൂജ എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ ബാക്കി അവർ ഡിലീറ്റ് ചെയ്ത ഡാറ്റാസും കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാടധികം ചാറ്റുകളും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ പോലീസിന് ലഭിക്കുകയാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റ്, പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ്, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. ഈ ഒരു ശുഭത്തിനെ നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഈ രൂപ് സിംഗിനെ കൊന്നത് തങ്ങളാണെന്നുള്ള കാര്യം ആ ഒരു പയ്യൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൂജക്കും വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇയാളെ കൊലപ്പെടുത്തിയതിന് തൻ്റെയും പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു പൂജയും സമ്മതിച്ചു. ഇവരിത് സമ്മതിച്ചപ്പോൾ പോലീസിന് കുറ്റവാളികളെ കണ്ടെത്തിയതിൽ ഒരു റിലീഫ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സ്ത്രീയുടെ കൂടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരാകെപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അതായത് സ്വന്തം മരുമകൻ്റെ കൂടെ ഇതേപോലെ തന്നെയുള്ള ഒരു റിലേഷനിലോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. അതിനുശേഷം ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടായി. ഈ ഒരു സ്ത്രീയെയാണോ ഞങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചതിൽ അവർക്ക് തന്നെ അവരോട് തന്നെ പുച്ഛം തോന്നുകയാണ്. അവർ അതിനുശേഷം നേരെ സ്റ്റേഷനിൽ നിന്ന് അവരുടെ ഗ്രാമത്തിലോട്ട് പോയി ബാക്കിയുള്ള റിലേറ്റീവ്സിനോടും കാര്യങ്ങളോടും എല്ലാവരോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങളെത്തിയത്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ഇവരെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനാണിത് ചെയ്തത്, എങ്ങനെയാണിത് ചെയ്തത്, ബോഡി എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ ഒരു പൂജ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ സ്ഥിരമായിട്ട് കുടിച്ചു വന്നിട്ട് എന്നെ അടിക്കും, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ ഈ ഒരു ശുഭത്തിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചതാണ്, അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ളത് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നുണയാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി. റിലേറ്റീവ്സിനെയും ബാക്കിയുള്ള ആളുകളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അങ്ങനെ കുടിക്കുന്ന ഒരാളല്ല എന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ പൂജയുടെ അടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആൾ ഭയങ്കരമായിട്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്യും, സെക്ഷലി അബ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ശുഭവുമായിട്ട് അടുത്തത്, ആളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു, എന്നാൽ അതും ഈ ഒരു കൊലക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഞാൻ ശുഭത്തിൻ്റെ ഹെൽപ്പ് ചോദിച്ചത് ഇയാളുടെ കയ്യും കാലം തല്ലിയൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ, ഇതൊരു കൊലപാതകമാകുമെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല എന്നുള്ളൊരു തരത്തിൽ ഈ ഒരു സ്ത്രീ പറയുകയാണ് ഉണ്ടായത്. അതും നല്ലൊരു നുണയാണെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ശുഭത്തിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. ഈ ശുഭവും പൂജയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചിട്ട് ഈ രൂപ് സിംഗ് അറിയുകയും അതിനുശേഷം അതിനെ ചൊല്ലിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യനും ജോലി അന്വേഷിച്ചിട്ട് ഗ്രാമത്തിൽ നിന്ന് ഈ ടൗണിലോട്ട് വന്നതായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇതേപോലെ തന്നെ ഒരു അമ്മാവൻ്റെ വീടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമല്ലോ.
അങ്ങനെയായിരുന്നു ഈ ഒരു പയ്യൻ ആ ഒരു വീട്ടിലോട്ടും ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രൂപ് സിംഗ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം, നീ എന്തായാലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പയ്യൻ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വരും. അതിനുശേഷം ആ ഒരു രൂപ് സിംഗിൻ്റെ കൊച്ചിനായിട്ട് കുറേ നേരം കളിക്കും. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പയ്യൻ വരുന്നതും പോകുന്നതും ഇങ്ങനെ സ്ഥിരമാകുകയാണ്. ഈ രൂപ് സിംഗിനാണെന്നുണ്ടെങ്കിൽ ഈ പയ്യനെ ചെറുപ്പത്തിലോട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ വലിയ സംശയവും കാര്യങ്ങളൊന്നും ഇല്ല, തൻ്റെ പെങ്ങളുടെ മകനാണ്, അപ്പോൾ പിന്നെ വലിയ സീനൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ഒരു ചിന്തയിൽ പോവാണ്. എന്നാൽ പൂജയ്ക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പയ്യൻ്റെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. അങ്ങനെ അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. അവർ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൈമാറി. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി, കോൾ ചെയ്യാൻ തുടങ്ങി, പിന്നെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് റൊമാൻറ്റിക് ആയിട്ടുള്ള ലെവലിലോട്ടുള്ള ഒരു ചാറ്റിങ്ങും അതുപോലെ തന്നെ കോളിങ്ങുമായി. പിന്നെ ആ ഒരു ലിമിറ്റും ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രൂപ് സിംഗ് ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ ശുഭം നേരെ ആ ഒരു വീട്ടിലോട്ട് ചെല്ലും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം ഇവരുടേതായിട്ടുള്ള കാമകേളികളിൽ ഏർപ്പെടും. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. എന്നാലും ഒരുപാട് കാലം ഇത് ചെയ്യുമ്പോൾ പിടിക്കപ്പെടുമല്ലോ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ. അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയും പിടിക്കപ്പെടുന്നത്. അതായത് ശുഭമിനായിട്ട് റൊമാൻറ്റിക്കായിട്ട് വളരെ വൾഗറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആ ഒരു സംസാരം ഈ ഒരു എന്താ പറയുക ഹസ്ബൻഡ് കേട്ടുകൊണ്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്ത്രീയോട് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നീ എന്താണ് ആ ഒരു പയ്യൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവർ തമ്മിൽ അടി ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് പൂജ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് എൻ്റെ വിശ്വാസമില്ലേ, ആ പയ്യെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനന്തരവനാണ്, ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് പ്ലേറ്റ് നൈസായിട്ട് തിരിച്ചു വെക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇനിയും എന്നെ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഗ്രാമത്തിലോട്ട് പോകും തുടങ്ങിയിട്ടുള്ളൊരു ഭീഷണിയുടെ ഒരു ടോണും കൂടെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക രൂപ് സിംഗ് ചെറുതായിട്ട് ബാക്കോട്ടായി. എന്നാലും ആളുടെ ഉള്ളിൽ ഇവർ തമ്മിലുള്ള റിലേഷനെ കുറിച്ചുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രൂപ് സിംഗ് നേരെ ശുഭത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നീ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും വീട്ടിലോട്ട് വരണമെന്നില്ല, വല്ലപ്പോഴൊക്കെ വന്നാൽ മതി എന്ന് ഡയറക്റ്റായിട്ട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിലുള്ള കാണൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഈ ശുഭവും ആകപ്പാട് സങ്കടത്തിലായി. അതുപോലെ തന്നെ ഈ പൂജയും നല്ല സങ്കടത്തിലാവുകയാണ്. അങ്ങനെ ശുഭം ആ ഒരു സമയത്ത് നേരെ ഗ്രാമത്തിലോട്ട് തിരിച്ചു പോവാണ്. ആ ഒരു വിഷമത്തിൽ ഗ്രാമത്തിലോട്ട് തിരിച്ചുപോയി. അപ്പോൾ ശുഭം അങ്ങോട്ട് പോയതിന് ശേഷം ഈ ഒരു പൂജ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്കും മനസ്സിന് സുഖമില്ല, നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇതേപോലെ തന്നെ നാട്ടിലോട്ട് പോവുകയാണുണ്ടായത്, ഗ്രാമത്തിലോട്ട് പോവുകയാണുണ്ടായത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കാണാനായിട്ട് തുടങ്ങി. ഇത് ഈ എന്താ പറയുക രൂപ് സിംഗ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആൾ നേരെ ആ ഒരു ഗ്രാമത്തിലോട്ട് ചെന്നിട്ട് തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും തിരിച്ച് ഇതേപോലെ തന്നെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ്, അതായത് ടൗണിലോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, രണ്ടുപേരും ഒരേ സ്ഥലത്തല്ല എന്നുണ്ടെങ്കിൽ കാണാനും അതുപോലെ തന്നെയുള്ള ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതൊക്കെ മനസ്സിലാവുകയാണ്. അത്രത്തോളമൊക്കെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർ വേറൊരു പ്ലാൻ എടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഏരിയയിൽ ഒരു വാടകയ്ക്ക് റൂം എടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു പ്ലാൻ. അങ്ങനെ ശുഭത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് ഒരു റൂം വാടക എടുക്കുക, ആരും അറിയണ്ട, ആ ഒരു റൂമിൽ വെച്ചിട്ട് നമുക്ക് കാണാം, വാടക ഞാൻ തന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ശുഭം ആരും അറിയാതെ അവിടെ വന്നിട്ട് ഒരു റൂം എടുക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപ് സിംഗ് ജോലി ആവശ്യത്തിന് പുറത്തോട്ട് പോകുമ്പോൾ ആ ഒരു റൂമിലോട്ട് ഈ ഒരു സ്ത്രീ ചെല്ലും. അവിടെ ഈ ഒരു പയ്യനുണ്ടാവും. അവരവരുടേതായിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളിലൊക്കെ ഏർപ്പെടും. ഇങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ഒരുപാട് കാലം ഇത് തുടർന്ന് പോയി. എന്നാൽ ഇതും ഇയാൾ അറിയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ആ ഒരു സമയത്ത് ഈ സ്ത്രീ, അതായത് പൂജയെ ഈ രൂപ് സിംഗ് കണ്ടമാന അടിക്കുകയാണ് ഉണ്ടായത്. എത്ര തവണ വാൺ ചെയ്തു, എന്നിട്ടും എന്താ പറയുക ഇത്ര കാലമായിട്ട് തിരുത്താനായില്ലേ എന്നുള്ളൊരു തരത്തിൽ എന്താ പറയുക ആളുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോൾ പൂജയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇയാൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കും അതുപോലെ തന്നെ ശുഭത്തിനും ഒന്നായിട്ടിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇയാളില്ലാതാക്കണം. അങ്ങനെ ആ ഒരു പ്ലാന് ഇവരുടെ മനസ്സിലിട്ടിട്ട് നേരെ ആ ഒരു പയ്യനെ വിളിക്കുകയാണ് ഉണ്ടായത്. ശുഭത്തിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശുഭവും ചിന്തിച്ചു, ഓക്കെ അമ്മാവനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാം, അപ്പോൾ അത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് ശുഭം ഓക്കെ പറയുകയാണ്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു കൊല്ലാനുള്ള കുറച്ച് ആളുകളെ ഈ ഒരു പയ്യൻ സെറ്റ് ചെയ്യുകയും ചെയ്തു. ഈ പയ്യൻ ഒരു ബാറിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബാറിൽ കുറച്ച് പയ്യന്മാർ, ചെറിയ പയ്യന്മാർ കുടിക്കാൻ വന്നിരുന്നു. അങ്ങനെ ഒരു 4 പയ്യന്മാരെ ഇയാൾ നൈസായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ്. അതായത് ഒരാളെ കൊല്ലണം, 10,000 രൂപ എല്ലാവർക്കും തരാം, അതായത് 4 പേർക്ക് 40,000 രൂപ തരാം, 2,000 രൂപ വെച്ചിട്ട് അഡ്വാൻസ് തരാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അവസാനം ആ പയ്യന്മാർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഡേറ്റ് വന്നെത്തുകയാണ്. ഫെബ്രുവരി 15 അത്. രൂപ് സിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അതിനുശേഷം 8 മണിയായപ്പോൾ ആൾ ഭക്ഷണം കഴിച്ചു. എന്നാൽ ആ ഫുഡിൽ കുറച്ച് ഉറക്കഗുളിക ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതാൾ അറിഞ്ഞില്ല, ആൾ മയങ്ങുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ 4 പേരുണ്ടല്ലോ കൊല്ലാൻ ഏൽപ്പിച്ചിരുന്നത്, ആ 4 പേരും ഈ പൂജയുടെ വീട്ടിലോട്ട് വരികയാണ് ഉണ്ടായത്.
ആ ഒരു സമയത്ത് ശുഭം വന്നിട്ടുണ്ടായിരുന്നില്ല. ശുഭം ഇതേപോലെ തന്നെ ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ആ പയ്യന്മാർ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ പയ്യന്മാർ നേരെ ആൾ കിടക്കുന്ന മുറിയിലോട്ട് പോയി അയാളുടെ മുഖത്തൊരു തുണി ഇട്ടു. അതിനുശേഷം ഈ പൂജയുടെ അടുത്തൊരു ഷോൾ ചോദിച്ചു. ആ ഒരു ഷോൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് ഞെരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇയാൾ പെട്ടെന്നുകൊണ്ട് തന്നെ ഞെട്ടുകയാണ്. അതേപോലെ തന്നെ തടയാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മരണവെപ്രാളത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ആ ഒരു ടൈമിൽ പൂജ കാല് പിടിച്ചു, കൈ പിടിച്ചു, എന്നാലും ആളിങ്ങനെ മരിക്കുന്നുണ്ടായിരുന്നില്ല, അതായത് പൊരുതുകയായിരുന്നു. ആ ഒരു സമയത്ത് പൂജയ്ക്ക് ദേഷ്യം വന്ന് നേരെ കിച്ചണിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു കുക്കർ എടുത്തുകൊണ്ട് വന്നിട്ട് തലക്ക് 2-3 അടി അടിക്കുകയായിരുന്നു. അപ്പോൾ ഈ പയ്യന്മാർ അടിക്കല്ലേ, അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞു. അതായത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വരും, പൊട്ടും, പിന്നെ നമുക്ക് ആക്സിഡൻറ്റ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കറക്റ്റായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴത്തേനും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തലപൊട്ടി ചോരയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് ഇവർ ഈ ഒരു ബോഡി നൈസായിട്ട് അവർ പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു ഡ്രെയിനേജിൽ കൊണ്ടുപോയി ഇടുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയതുപോലെ അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരെല്ലാവരും ഇവരുടെ വഴിക്ക് പോയി. പിന്നീട് ഈ ഒരു സ്ത്രീ വെയിറ്റ് ചെയ്തു വെളുപ്പിന് 4 മണി ആകുന്നത് വരെ. ആ ഒരു 4 മണി ആയപ്പോൾ ഓംപ്രകാശ് എന്ന് പറയുന്ന അവരുടെ കസിന് വിളിച്ചിട്ട് ഇത്തരത്തിൽ ഹസ്ബൻഡ് രാത്രി വേസ്റ്റ് കളയാൻ പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല, തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ അങ്ങ് തുടങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ അഭിനയിച്ച് ബന്ധുക്കളെല്ലാവരെയും പറ്റിച്ചു. എന്നാൽ പോലീസുകാർ വളരെ എന്താ പറയുക, നല്ല രീതിയിൽ അന്വേഷിച്ച് ഈ ഒരു കേസ് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് ബാക്കിയുള്ള 4 പേരെയും കൂടെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് നേരെ എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കി. ഇവരെല്ലാവരും ജയിലിലാണ്. ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിന് എത്ര വർഷം നടക്കും എന്നുള്ളത് അറിയില്ല. ഈ ഒരു സമയത്തും ആ ഒരു പയ്യൻ പറഞ്ഞ എന്താണെന്നറിയോ, എത്രയൊക്കെ വർഷം പിരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ അവസാനം വരെ നിൻ്റേത് മാത്രമായിരിക്കും എന്നുള്ളൊരു തരത്തിലാണ്. അപ്പോൾ ഇതിന് മറുപടി എന്നോണം പൂജ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രണയം വേറൊരു തരത്തിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, എന്നാലും അത് പവിത്രമായിട്ടുള്ളൊരു പ്രണയമാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും, അതിനുശേഷം ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കും എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു സ്ത്രീയുടെ പ്രതികരണം. അപ്പോൾ ഇതാണ് രൂപ് സിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഈ ഒരു കേസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.